മുത്തേ. വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇല്ല എന്ന് പറയുന്നുണ്ട്. വേറെന്താണ്? ഞാൻ ലൈക്ക് അടിച്ചു, സപ്പോർട്ട് ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, അസ്നക്കുട്ടി, ഞാൻ അൽഫിയ, അതുപോലെ തസ്നി, ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യണം. ഒരാളൊക്കെ ഉള്ളൂ നമുക്കൊരു ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് കയറാം. അപ്പൊ വീണ്ടും വരും. എല്ലാവിധ ആശംസകളും ഞാൻ എല്ലാ ആശംസകളും അറിയിച്ചിട്ടുണ്ട്. ദുആ ഉണ്ടാകും. അസ്ന ഹലോ, ഇന്ന് ചിക്കൻ ഞാൻ കവല വരെ പോവാണ്. നെയ്ച്ചോറും ചിക്കനും കഴിക്കാൻ വേണ്ടി വരണോ? അത് പാർസൽ വെഡിങ് ആനിവേഴ്സറി തസ്മിക്കാണ്. സോറി, ഞാൻ അസ്നക്കാന്ന് വിചാരിച്ചു. തിന്നുവാന്ന് തോന്നുന്നു. അത് ഉണ്ടായത് കഴിക്കുന്നത് മോൾക്ക് കൊടുത്ത അവള് കടിച്ചിട്ട് കളയും. ഫുള്ള് അങ്ങനെയാ. അപ്പൊ കളയണതൊക്കെ മുബീക്ക കഴിക്കും. അവൾക്ക് നല്ലത് കൊടുത്തിട്ട് തിരിച്ച് അവിടെ എത്തി. തൊടുപുഴയാണല്ലോ. ഓക്കെ, മഴ വേണ്ട പെയ്യല്ലേന്ന് പ്രാർത്ഥിക്കാം. കാണാം. നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകാൻ. മാവേലി വന്നു. മാവേലി, നീ എന്നെ പേര് മാറ്റി മാവേലി എന്നായി. അപ്പൊ നീ തസ്മിക്ക് ഒരു പേര് കിട്ടിയില്ല എന്നെ വിളിക്കാൻ. അബ്ദുൽ ഹക്കീം വന്നിട്ടുണ്ട്. അബ്ദുൽ ഹായ്. ഹലോ ഹായ് അബ്ദുൽ ഹക്കീം. നമ്മുടെ ലൈവിൽ വരണല്ലോ, കഴിഞ്ഞ ദിവസമൊക്കെ വന്നിട്ടുണ്ടല്ലോ. കറങ്ങാൻ പോവാണ്. അവിടെ എത്തിയ കറങ്ങാൻ പോക്കാണ്. ശ്രദ്ധിക്ക്. പൊക്കോ, നീ എവിടെയാന്ന് വെച്ചാ പൊക്കോ. നിന്റെ ടൈമിങ് മഴ വരുന്നുണ്ട്. അങ്ങോട്ട് മഴയായിരിക്കുമല്ലോ അല്ലെ സ്ന? റഫീഖുട്ട ഹായ് പറയുന്നുണ്ട്. അപ്പോ വീണ്ടും 5 പേര് വ്യൂ ചെയ്യുന്നുണ്ട്. കുറച്ചുപേരോടെ പിടിച്ചിരുന്നുണ്ട് സുമിത്താന. കുറച്ചുകൂടെ ഇരുന്നോ, എന്നിട്ട് നീ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട്. ഇന്ന് ചെക്കനും പെണ്ണും ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ന് രണ്ടുപേരും കിട്ടി. മാവേലിന് ആണ്ടിലൊരിക്കലേ കിട്ടാറുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കവല വരെ പോവാണ്. അപ്പോ കുറച്ച് കഴിയുമ്പോ വീണ്ടും കേറുന്നതായിരിക്കും നമ്മുടെ ലൈവിൽ. ഓട്ടം ഒന്നും വന്നില്ലല്ലോ. 2 ദിവസമായിട്ട് ഓട്ടം കുറവാണ്. നിങ്ങൾക്ക് ഇന്ന് വെഡിങ് ആനിവേഴ്സറിയായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകാൻ മുബിക്കാനെ വിളിക്കും. മുബിക്ക ഡ്രൈവറായിട്ട് വരാം. ഇന്ന് എവിടെയെങ്കിലും കറങ്ങാൻ പോകാനുണ്ടോ? പറയൂ. ഐഫോണാ? കൊച്ചിന് 2 വയസ്സായുള്ളൂ. അപ്പോഴൊക്കെ ഐഫോൺ മോള് എടുത്തിട്ടുണ്ട് ഫോണ്. ഓട്ടമില്ലേ എന്ന് ചോദിച്ചു മറുപടി പറഞ്ഞത്. പിന്നെ മോള് ഫോൺ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി ആ ഭാഷ കണ്ടപ്പോ. ആണോ എന്ന് ചോദിക്കണ്ടേ തസ്നി? അപ്പൊ ആണ് തസ്നി. എന്തായാലും വെഡിങ് ആനിവേഴ്സറിക്ക് എങ്ങോട്ടാണ് ഇന്നത്തെ കറക്കം? എങ്ങോട്ടാണ് പറയൂ. അപ്പൊ 5 പേര് വ്യൂ ചെയ്യണം. 20 ലൈക്കില് നമ്മുടെ അവസാനിപ്പിക്കണം. 20 ലൈക്കല്ലേ ആയിട്ടുള്ളൂ. 1 ലൈക്ക് അൺലൈക്ക് ആയോ? പുള്ളിന്റെ ഇത് ഞാൻ വളർത്തി വലുതാക്കി അബ്ദുൽ ഹക്കീമേ എപ്പോഴും ഷേപ്പ് ചെയ്യല. ഞാൻ ഓടിക്കും. ഞാൻ ലെങ്ത് കുറയ്ക്കാനൊന്നും ശ്രമിക്കില്ല. ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന സാധന. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ മുഖമല്ല, മീശ മാത്രം. ചോദിച്ചതിൽ സോറി തസ്നി. ഞാൻ വെറുതെ അങ്ങ് ഫ്ലോയിൽ അങ്ങ് അടിച്ചു വിട്ടതാ. കുഴപ്പമില്ല, നിങ്ങളെങ്ങും പോകാറില്ലല്ലോ. ഓക്കേടാ, കുഴപ്പമില്ല. ഞാൻ ചുമ്മാ ചോദിച്ചാലോ. സുമി പറയുന്നുണ്ട്. ഹായ് ശ്രീനിക. ഞാൻ കുറച്ചു മുന്നേ കയറിയുണ്ടായിരുന്നു. ഞാനായിരുന്നു കേട്ടോ വന്നത്. ലൈവ് നടത്തി. മോള് രക്ഷയില്ല. മോള് ഇങ്ങനെ നിന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് പുറത്തു പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഞങ്ങൾ ലൈവ് കട്ട് ചെയ്യാൻ വേണ്ടി. ലൈവിൽ ഒന്ന് ഭയങ്കര ശോകമാണ്. എന്താണെന്ന് അറിയില്ല. ഭയങ്കര ആളില്ല, തീരെ ആളില്ല. അതുകൊണ്ട് ഞാൻ കണ്ടിരുന്നു എന്ന് പറയുന്നത്. അബ്ദുൽ ഹക്കീം ഫുഡ് കഴിച്ചോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ശ്രീനിക ഇന്ന് എന്താണ് സ്പെഷ്യല്? റഫീഖുട്ട കഴിച്ചു കഴിഞ്ഞോടാ? അബ്ദുൽ ഹക്കീം എന്താണ് ചിരിക്കുന്നത്? ഞാൻ മീശ വൈപ്പ് മീശ അല്ലാണ്. ഞാൻ വളം കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നു. വളം കൊടുക്കണു, ഞാൻ വളർത്തുന്നു. വെട്ടിത്തെളിക്കാൻ പോകും. ഞാൻ സമ്മതിക്കൂല. ആണോ എന്ന് ചോദിക്കുന്നത്. ലൈവ് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീനിക? ഞാൻ ആദ്യം കയറിയപ്പോ സമയത്തൊക്കെ ഒരു 14 പേര് 10 പേര് 6 പേരൊക്കെ കയറി വരുന്നുണ്ടായിരുന്നല്ലോ. ഞാനപ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു മെസ്സേജ്. എല്ലാ കുട്ടികൾക്കും ഐഫോൺ മതി. എല്ലാ കുട്ടികൾക്കും ഐഫോൺ മതി. ഇവിടെ ആകെ ഒരു ചെറിയൊരു ഐഫോൺ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാ. അത് ഇവൾക്കാ ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റണത്. ഐഫോൺ ഇപ്പോഴാ കാണുന്നതല്ല നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടുന്നത്. മോൾക്ക് ഇപ്പൊ 2 വയസ്സിലെ ഐഫോൺ മതിയെന്ന്. വേറെ ഫോണൊന്നും കൊടുത്താൽ അവളെ ഏൽക്കൂല. ഏത് ഫോൺ കൊടുത്താലും അതിന്റെ ബാക്കിൽ കവർ നോക്കും. പുള്ളിക്കാരത്തി അങ്ങനെ ഐഡന്റിഫൈ ചെയ്യണേ. ഞാൻ കിച്ചണിൽ കയറിയുള്ളൂ. ഇന്ന് എന്താണ് സ്പെഷ്യൽ? പറയൂ. മോൾ എപ്പോഴാണ് ക്ലാസ് കഴിഞ്ഞ് വരുന്നത്? കുറച്ച് പേരെ വരുന്നുള്ളൂ. അതൊന്നും വിചാരിച്ച് ലൈവ് നിർത്തരുത്. ലൈവ് എപ്പോഴും നമ്മൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പേരുള്ളെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നോളൂ. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നോളൂ. അപ്പൊ ആളിങ്ങനെ ഓട്ടോമാറ്റിക് കയറി വന്നോളൂ കേട്ടോ. അപ്പൊ എന്തായാലും ലൈവ് തുറന്നു കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂറെങ്കിലും ഇടാതെ നമ്മൾ നിർത്തരുത് ലൈവ് ഇട്ടോ. ആളില്ലാന്ന് വിചാരിച്ചിട്ട്. കൂടിപ്പോയി. അബ്ദുൽ ഹക്കീം കുഞ്ചാക്കോ ബോബന്റെ ചെറിയ